Hello dears, welcome to Nidhi's Cook and Joy. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള മോര് കുറുക്കിയതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒറ്റൊരു പാത്രത്തിന്റെ ആവശ്യമുള്ളൂ, കൂടുതൽ പാത്രങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വെൽക്കം ടു ദ വീഡിയോ. പിന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. നമുക്ക് മോര് കുറുക്കിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി തക്കാളി, മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, അരിഞ്ഞിട്ടാലും മതി. ചതച്ചിടുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടുന്നതുകൊണ്ടാണ് ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചതച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് നല്ലോണം പുറത്തേക്ക് വരുന്നത്. ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കണം. കാരണം ഇതിൽ നമ്മൾ എരിവിന് വേണ്ടി വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് മാത്രം എടുത്തത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മോരാണ്. 1 കപ്പ് കട്ടിയുള്ള തൈര് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു വെച്ചതാണ്. ഇത് കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന കറിയാണ്. നമ്മുടെ മോര് കറി പോലെ കട്ടിയായിട്ട് ഉണ്ടാവില്ല, കുറച്ച് ലൂസായിട്ട് ഉണ്ടാവണം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നല്ലൊരു ഫ്ലൂറസെന്റ് കളറിലാണ് ഈ കറി ഉണ്ടാവുക, നമ്മുടെ മോര് കാച്ച പോലെ തന്നെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനൊട്ടും എണ്ണയൊന്നും വേണ്ട, അതുകൊണ്ട് ഭയങ്കര ഹെൽത്തിയാണ്, വളരെ സിമ്പിൾ ആണ്. ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നന്നായിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇത്ര സമയം തീ ഓൺ ചെയ്തിട്ടില്ല, ഉപ്പും ചേർത്തിട്ടില്ല. ഞാൻ തീ ഒന്ന് ഓൺ ചെയ്യട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. നല്ല ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് മോര് പിരിഞ്ഞു പോകും. ഇനി നിങ്ങളുടെ കയ്യിൽ നാടൻ മോരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഈ കറിക്ക്. ഇതിന് മോര് കുറുക്കിയതെന്നാ പറയുന്നത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളക്കുന്നവരെ കൈവിടാതെ ഇളക്കണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇപ്പൊ നമ്മുടെ മോരിന് നല്ലൊരു കളർ വന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ആയിട്ടൊരു കളറേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ നല്ല കളർ വന്നു. അപ്പോൾ ഇനി ഇത് മോരിൻ്റെ അകത്തുള്ള തക്കാളി നന്നായിട്ടൊന്ന് വേവണം. നല്ല വേവാകണ്ട, എന്നാലും അതിൻ്റെ ഒരു പച്ച ഒരു രുചി ഒന്ന് പോകണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. മിക്സിങ് വിട്ട് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. വിസ്ക് തന്നെ വേണമെന്നില്ല, നമ്മളൊരു തവി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇതാണ് കുറച്ചുകൂടെ സേഫ് എന്നുള്ളതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കറി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ഉറപ്പായിട്ട് ഇത് പിരിഞ്ഞു പോവും. നമ്മൾ ഉപ്പും ചേർത്തിട്ടില്ല, ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ 10 മിനിറ്റോളം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒരു ഇത്തിരി ഒന്ന് വെന്തിട്ടുണ്ട്. അത്രേ വേവുള്ളൂ, നമുക്ക് അധികം വേവിക്കാൻ പറ്റില്ല, തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇത് തണിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കറി. താളിക്കലോ ഒന്നും പരിപാടിയില്ല. ഒരു 1 പോട്ട് ഡിഷാണ്. നിങ്ങൾക്ക് തൈരിന്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. കട്ടി അധികം ഉണ്ടാവരുത്, ഇതുപോലെ ലൂസായിരിക്കണം. അതാണ് ഈ കറീൻ്റെ ഒരു ടെക്സ്ചർ. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്കിത് ഒന്ന് ഇതിന്റെ ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് കുറയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളിൽ പിടിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പ് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം, അത് പ്രശ്നമില്ല. തൈരിന്റെ പുളിക്കനുസരിച്ചിട്ട് ഉപ്പിന്റെ അളവിൽ വ്യത്യാസം വരും. ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ഇത്തിരി മാങ്ങ അച്ചാറോ ഉണ്ടെങ്കിൽ ഈ കറിയും കൂടി സൂപ്പറാണ്. നാടൻ മോരാണെങ്കിൽ പറയാൻ വേണ്ട, അത്ര അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ നമ്മളെ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള യോഗർട്ട് ആണ്. ഇതിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ നാടൻ മോരിനൊരു പ്രത്യേക രുചി ഉണ്ടല്ലോ, അതും കൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല രുചി വരും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.